നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടൻ രമേശ് പിഷാരടി. മത്സരരംഗത്തേക്ക് ഉടനെയില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ശക്തമായി UDF-നൊപ്പം ഉണ്ടാകുമെന്നും പിഷാരടി വ്യക്തമാക്കി. പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തിയത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനെയില്ല. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചാരണത്തിനും ശക്തമായി UDF-നൊപ്പം ഉണ്ടാവുമെന്നും പിഷാരടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പാലക്കാട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞായിരുന്നു പിഷാരടിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത്. പാലക്കാട് സ്വദേശി കൂടി ആയതുകൊണ്ടാണ് പിഷാരടിക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന എന്നതായിരുന്നു വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമായിരുന്നു രമേശ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട്. ഷാഫി പറമ്പിലുമായി ആത്മബന്ധമുള്ള വ്യക്തി കൂടിയാണ് പിഷാരടി. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രമേശ് പിഷാരടി മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായി മുൻതൂക്കമുള്ളത്. മറ്റു പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ഷാഫിക്ക് താല്പര്യം രാഹുലിനോട് തന്നെയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ നെഹ്റു കുടുംബത്തിലെ അംഗവും ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറുമായ പ്രിയങ്ക ഗാന്ധിയെയും വയനാടും കേരളവും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരെ ഭയമില്ലാതെ പോരാട്ടം നയിക്കുന്ന മുന്നണി പോരാളിയാണ് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. മത്സരിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും മാറി നിന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിലാണ് ആദ്യമായി മത്സരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ചപ്പോൾ 2 മണ്ഡലങ്ങൾക്കും സന്തോഷം നൽകുന്ന തീരുമാനമെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് റായ്ബറേലിയിൽ തുടരാൻ തീരുമാനിച്ചത്. UP-യിൽ വലിയൊരു തിരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാതെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും. BJP-യുടെ പരിഹാസത്തിനും സതീശൻ മറുപടി നൽകി. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല രാഷ്ട്രീയ നേതാക്കൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്. മോദി ഉൾപ്പെടെയുള്ളവർ 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ മാത്രം മത്സരിക്കുന്നു എന്നതായിരുന്നു BJP ആദ്യം ഉന്നയിച്ചിരുന്ന പരാതി. അങ്ങനെയുള്ളവരാണ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ തുടരുന്നതിനെ പരിഹസിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും മോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. വയനാടുമായി പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്നാണ് V മുരളീധരൻ ചോദിച്ചത്. ഇന്ത്യയുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്ന ബന്ധമാണ് നെഹ്റു കുടുംബത്തിനുള്ളത്. V മുരളീധരൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭാ അംഗമായി കേന്ദ്രമന്ത്രിയായത്? ആ സംസ്ഥാനമായി എന്തൊരു ബന്ധമായിരുന്നു? കേരളത്തിൽ നിന്നും ജയിച്ചിട്ടല്ലല്ലോ V മുരളീധരൻ കേന്ദ്രമന്ത്രിയായത്. V മുരളീധരന് ആ സംസ്ഥാനത്തോട് ഉള്ളതിനേക്കാൾ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കേരളത്തിനോടുണ്ട്. ഒരു വിരൽ മറ്റുള്ളവരുടെ നേർക്ക് ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നതെന്ന് ഓർക്കണം. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചാരണമാണ് CPM നടത്തിയതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. എന്നിട്ടും അതിന്റെ ഉത്തരവാദിത്തം UDF-ന്റെയും UDF സ്ഥാനാർത്ഥിയുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. കാഫിർ എന്ന കള്ളപ്രചാരണം നടത്തിയത് CPM തന്നെയാണെന്ന് ഇപ്പോൾ വ്യക്തമായി. യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒരു പങ്കുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും മുൻ MLA KK ലതികയുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. അവർ തന്നെ വ്യാജ കണ്ടന്റ് ഉണ്ടാക്കി ഫേക്ക് ഐഡിയിലൂടെ പ്രചരിപ്പിച്ച് വടകരയിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിലെ CPM-ന് മുന്നിൽ സംഘപരിവാർ പോലും നാണിച്ചു പോകുമെന്നും സതീശൻ പറഞ്ഞു.